My dear students, Dr. James Taylor രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 166ാമത്തെ എപ്പിസോഡിൽ സെപ്പിയ എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് സെപ്പിയയുടെ വയറുമായിട്ട് ബന്ധപ്പെട്ടത്, ത്വക്കുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെ ചില പ്രധാനപ്പെട്ട ചില പർട്ടിക്കുലർ സിംറ്റംസാണ് കെൻറ്റ് വിശദീകരിക്കുന്നത്. വളരെ അസാധാരണമായ അല്ലെങ്കിൽ വളരെ ചികിത്സിക്കാൻ ബുദ്ധിമുട്ടേറിയ പല അവസ്ഥകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. സെപ്പിയുടെ ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടേറിയ അവസ്ഥകളെയൊക്കെ, ചില സ്കിൻ പ്രോബ്ലംസിനെ, ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളെയൊക്കെ സെപ്പിയ ഹീൽ ചെയ്യും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. Sepia has a marked catarrhal tendency to milky discharges from mucous membranes. ഇതാണ് ടിപ്പിക്കലായിട്ടുള്ളൊരു കാറ്റാറൽ കണ്ടീഷൻ. മ്യൂക്കസ് മെംബ്രെയിൻസിൽ നിന്ന് പാല് പോലുള്ള ഒരു സ്രവം വരുന്നു. സാധാരണ മ്യൂക്കസ് മെംബ്രെയിൻസിന് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ഇൻഫ്ലമേഷൻ മറ്റൊക്കെ ഉണ്ടാകുമ്പോൾ വാട്ടർ ഡിസ്ചാർജോ, യെല്ലോയിഷ്, ഗ്രീനിഷ് അല്ലെങ്കിൽ ബ്ലഡി ഡിസ്ചാർജ് അങ്ങനെയൊക്കെയാണ് സാധാരണ കണ്ടുവരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, പാല് പോലത്തെ മിൽക്കി വൈറ്റ് ഡിസ്ചാർജ്. ലോങ് ആഫ്റ്റർ ഡൈജഷൻ ഹാസ് സീസ്ഡ് ആൻഡ് ദ സ്റ്റൊമക്ക് ഈസ് എംപ്റ്റി കംസ് നോസിയ ആൻഡ് സംടൈംസ് വോമിറ്റിംഗ്. ഇവിടെ ഒരു അസാധാരണത്വമാണ്. സാധാരണ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഉടനെ ആഹാരം കഴിച്ച് ദഹനം തുടങ്ങിക്കഴിഞ്ഞ് അപ്പോഴേക്കാണ് ഛർദിൽ വന്ന് പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല, ആഹാരം കഴിച്ച് ദഹനം പൂർണ്ണമായി കഴിയുമ്പോൾ, ദഹനം പൂർത്തിയായി കഴിയുമ്പോൾ ഓക്കാനം വരലും ഛർദി വരലും. ഇറ്റ് ഇസ് എ കാറ്റാറൽ സ്റ്റേറ്റ് ഓഫ് ദ സ്റ്റൊമക്ക് ആൻഡ് വെൻ ഇറ്റ് പേഴ്സിസ്റ്റ് വിത്ത് ദ മിൽക്കി വോമിറ്റിങ്സ് സെപ്പിയ ഈസ് വെരി വാല്യുബിൾ. അപ്പോൾ ഇങ്ങനെ വരുന്നത് ദഹനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല, വയറിൻ്റെ അന്നനാളത്തിൻ്റെയോ അല്ലെങ്കിൽ ആമാശയത്തിൻ്റെയോ ഒക്കെ ശ്ലേഷ്മസ്തരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥ വരുന്നത്. അത് പലപ്പോഴും മിൽക്കി വൈറ്റ് ആയിട്ടുള്ള വൊമിറ്റ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ ലക്ഷണങ്ങളൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ പലപ്പോഴും അത് സെപ്പി ആകാനാണ് സാധ്യത. ദിസ് ഈസ് നോട്ട് ആൻ അൺകോമൺ ഫീച്ചർ ഇൻ ദ വോമിറ്റിംഗ് ഓഫ് പ്രഗ്നൻസി. ഗർഭകാലത്തുള്ള ഛർദിലും ഇത് അത്ര അസാധാരണമല്ല. പലപ്പോഴും മിൽക്കി വൈറ്റ് വോമിറ്റിങ് ദഹനം പൂർത്തിയായ ശേഷം ഉണ്ടാകാറുണ്ട്. വൊമിറ്റ്സ് ഓഫ് ഫുഡ് and after emptying the stomach of its contents, vomits or eructates a milky fluid. Morning vomiting, first of food, then a milky substance. അപ്പോൾ ദഹനം പൂർത്തിയാകുന്നതിന് മുമ്പ് ഛർദി ഉണ്ടാകാം. അപ്പോൾ കഴിച്ച ആഹാരമൊക്കെ ഛർദിച്ച് കളയുന്നു. പിന്നീട് എല്ലാം പോയ ശേഷം കാലിയായ വയറ്റിൽ നിന്നും പാല് പോലത്തെ ഒരു ദ്രാവകവും കൂടി ഛർദിച്ച് കളയുന്നു. മോർണിംഗ് വോമിറ്റിങ്, രാവിലെയുള്ള ഛർദിലുണ്ട്. ആദ്യം ആഹാരം ഛർദിച്ച് കളയും, പിന്നെ പാല് പോലത്തെ സാധനം ഛർദിച്ച് കളയും. ഡു നോട്ട് കൺഫൗണ്ട് ദിസ് വിത്ത് വോമിറ്റിംഗ് ഓഫ് മിൽക്ക്. പാല് ഛർദിച്ച് കളയുന്നതായിട്ട് ഇതിനെ കൂട്ടിക്കുഴക്കരുത്. പാല് കുടിച്ചിട്ടേ ഉണ്ടാവില്ല, പക്ഷേ പാല് പോലത്തെ സ്രവം മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഒരു കാറ്റാറൽ കണ്ടീഷനാണത്. സം മെഡിസിൻസ് വോമിറ്റ് മിൽക്ക് അലോൺ ആൻഡ് സെപ്പിയ ഡസ് ദിസ് ഓൾസോ. ഇനി ചില ഔഷധങ്ങൾ പാല് മാത്രം ഛർദിച്ച് കളയും, വേറൊന്നും ഛർദിക്കില്ല, പാല് മാത്രം ഛർദിക്കും. സെപ്പിയ അതുമുണ്ട്. പാല് പോലെയുള്ള സ്രവം ഛർദിക്കൽ, പാല് ഛർദിക്കൽ രണ്ടും സെപ്പിയ കവർ ചെയ്യുന്നുണ്ട്. വൈറ്റിഷ് മിൽക്കി ഡിസ്ചാർജസ് ഫ്രം ദ posterior nerves from the vagina excoriating milky leucorrhea which at times takes on the appearance of curds, thick, cheesy and horribly offensive. It has also thick green and yellow discharges. It has dry crusty formations of on മ്യൂക്കസ് മെംബ്രെയിൻസ്. എല്ലാത്തരം പ്രശ്നങ്ങളും മ്യൂക്കസ് മെംബ്രെയിനായിട്ട് ബന്ധപ്പെട്ടുണ്ട്. വെള്ള നിറത്തിലുള്ള പാല് പോലുള്ള ഡിസ്ചാർജ് ഇവിടെ മൂക്കിനെയും വായനയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പോസ്റ്റീരിയർ നെയേഴ്സിൽ വജൈനയിൽ നിന്നുള്ള ലുക്കേറിയ, പൊള്ളിക്കുന്നതും ഒഴുകി വരുന്ന ഭാഗങ്ങൾ ദ്രവിപ്പിക്കുന്നതുമായിട്ടുള്ള ലുക്കേറിയ മിൽക്കി വൈറ്റ് കളറിൽ. ചില സമയത്ത് അത് തൈര് പോലെ, കട്ടിയായി തൈര് പോലെ ആകാം, ചീസി ആകാം. ഹൊറിബിലി ഒഫൻസീവ്, വല്ലാതെ ഭയങ്കരമായ ദുർഗന്ധം. ഇനി ഇതൊന്നും കൂടാതെ തന്നെ
തിക്കായിട്ടുള്ള ഗ്രീനിഷ് യെല്ലോയിഷ് ഡിസ്ചാർജസും സെപ്പിയിലുണ്ട്. വൈറ്റ് മാത്രം വരണമെന്നില്ല. സെപ്പിയുടെ ജനറൽ കണ്ടീഷൻസ് വരുമ്പോൾ ലുക്കേറിയ വൈറ്റിഷാണ് പ്രധാനമായിട്ടുള്ളത്. എങ്കിലും യെല്ലോയിഷും ഗ്രീനിഷും കണ്ടു കഴിഞ്ഞാൽ അത് സെപ്പിയ അല്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. ഡ്രൈ ക്രസ്റ്റി ഫോർമേഷൻസ് ഓൺ മ്യൂക്കസ് മെംബ്രെയിൻ. ഈ ശ്ലേഷ്മ സ്ഥലങ്ങളിൽ വരണ്ട പൊറ്റ പിടിച്ച പോലെ ഉള്ള ഫോർമേഷൻസും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ മ്യൂക്കസ് മെംബ്രെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി പ്രശ്നങ്ങൾ സെപ്പിയെ കവർ ചെയ്യുന്നുണ്ട്. പ്രൊലോങ്ഡ് ഇൻവെർട്ടറേറ്റ് കറ്റാർ ഓഫ് ദ നോസ്, thick green and yellow crusts are blown from the nose and sometimes are hogged from the posterior nares, thick leathery formations. മ്യൂക്കസ് മെംബ്രെയിൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും പ്രശ്നങ്ങൾ വരുന്നുണ്ട്. വിട്ടുമാറാത്ത പ്രൊലോങ്ഡ് നീണ്ടു നിൽക്കുന്ന സുസ്ഥിരമായ കറ്റാറൽ കണ്ടീഷൻസ് മൂക്കിൽ ഇങ്ങനെ തിക്ക് ഗ്രീൻ കട്ടിയുള്ള പച്ച നിറമുള്ള മഞ്ഞ നിറമുള്ള ക്രസ്റ്റ് പൊറ്റകൾ അത് തുമ്മുമ്പോഴോ ചീറ്റുമ്പോഴോ ഒക്കെ മൂക്കിൽ നിന്നും മറ്റുമൊക്കെ ഈ പോസ്റ്റീരിയർ നെയേഴ്സിൽ നിന്നൊക്കെ തെറിച്ചു പോകും. തിന്നുമ്പോൾ പൊറ്റ കട്ട പിടിച്ചിരുന്നിട്ട് പച്ച നിറത്തിലും മഞ്ഞ നിറത്തിലും കട്ട പിടിച്ചിരുന്നിട്ട് പോകും. എങ്ങനെയാ? വിട്ടുമാറാത്ത സുസ്ഥിരമായ ഈ കാറ്റാറൽ കണ്ടീഷൻസ് ഉള്ള ആളുകളിൽ. ഇനി ഈ പോസ്റ്റീരിയർ നെയേഴ്സിൽ തിക്ക് ലെതറി തുകൽ പോലുള്ള ഫോർമേഷൻസ്, നമ്മൾ സാധാരണ തൊലിയും മനുഷ്യൻ്റെ തൊലിയുമേൽ തുകൽ പോലുള്ള ഫോർമേഷൻസ് ഉണ്ട്. ഒരിക്കൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടിലേക്കൊരു തീവണ്ടി യാത്രയിൽ ഇതുപോലെ ഒരാളെ ഞാൻ കണ്ടു. അയാളുടെ മൂക്കിനകത്തുനിന്ന് വന്നിട്ട് പുറത്തേക്കും ഒരു ലെതറി ഫോർമേഷൻ. അയാൾ ശരീരമൊക്കെ ചൊറിയുന്നുണ്ടിരുന്നുണ്ട്. എൻ്റെ അപ്പുറത്തെ സീറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സീറ്റിൻ്റെ അടുത്തൊരു ഒഴിവ് വന്നപ്പോഴേക്കും ഞാൻ അവിടെ ചെന്നിരുന്നു, പരിചയപ്പെട്ടു, സംസാരിച്ചു. അപ്പോൾ ആള് ക്യാൻസറാണ്, സ്കിൻ ക്യാൻസറാണ് എന്ന് ഏതൊരു ഡോക്ടർ പറഞ്ഞു. കൂടുതൽ ടെസ്റ്റിനൊക്കെ പോകാൻ ഭയമാണ്. ക്യാൻസർ ആണെങ്കിലോ? ഞാൻ വെറുതെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. സെപ്പിയുടെ ലക്ഷണമൊന്നും അല്ല, വേറെന്തൊക്കെയാണ് തോന്നിയത്. ഏതായാലും ഞാൻ കോഴിക്കോട്, അദ്ദേഹം പിന്നെ വടകരയ്ക്ക് പോവുമായിരുന്നു. ഞാൻ കോഴിക്കോട് ഇറക്കിയിട്ട് ഡോക്ടർ സുമേഷിൻ്റെ അടുത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആൾക്ക് തിരക്കിട്ട് പോകാനുള്ളതാണ്. ഞാൻ നിർബന്ധമായിട്ട് ആളുടെ ഫോൺ നമ്പറൊക്കെ വാങ്ങി എൻ്റെ ഫോൺ നമ്പറൊക്കെ കൊടുത്തു. ഡോക്ടർ സുമേഷിൻ്റെ അടുത്ത് പോകണം, കാണിക്കണം, ക്യാൻസർ എന്നാണെങ്കിൽ പോലും സുഖപ്പെടുത്താൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് കൊടുത്തു. ഞാൻ സുമേഷിനോട് പറഞ്ഞു, പൈസ ഒന്നും വാങ്ങണ്ട. അദ്ദേഹം എന്തോ ഈ വഴിയോര കച്ചവടമോ എന്തൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്, തീരുമാനമൊന്നുമില്ല, പൈസ ഞാൻ തന്നേക്കാം. സുമേഷും പറഞ്ഞു അത് സൗജന്യമായിട്ട് ട്രീറ്റ് ചെയ്തേക്കാം, ആൾ വന്നാൽ മതി. അങ്ങനെ ഞാൻ കുറച്ച് നിർബന്ധിച്ചിട്ട് അതാണ്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ കോഴിക്കോട് മലാപ്പറമ്പിൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെൻ്റ് എടുത്തു. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുമായിരുന്നു. കുറച്ച് ടെൻഷൻസും ഒരു ഡിപ്രഷൻ പോലുള്ള അവസ്ഥകളൊക്കെ ആൾക്കുണ്ടായിരുന്നു. അതൊക്കെ ആദ്യം മാറി. 2-3 ആഴ്ച കൊണ്ട് തന്നെ അതൊക്കെ മാറി. ഒരു 3-4 മാസം കൊണ്ട് ഇതൊക്കെ പൊളിഞ്ഞു പോയിട്ട് ഞങ്ങൾ പിന്നീടേക്ക് കണ്ടു. കോഴിക്കോട് വന്നപ്പോൾ കാണുന്നുണ്ട്, കണ്ടു. ഇങ്ങനത്തെ ഒരു സാധനം മൂക്കിൻ്റെ അവിടെ ഉണ്ടെന്ന് പോലും അറിയാത്തതിൽ ഇമ്മാക്കുലേറ്റ് സ്കിൻ അവിടെ വന്നു. അപ്പോൾ ഞാൻ എന്ത് മരുന്നാണ് കൊടുത്ത് അങ്ങനെയൊന്നും ചോദിച്ചൊന്നുമില്ല. സെപ്പി അല്ലെന്ന് തോന്നുന്നു ഞാൻ സംസാരിച്ചിരുന്നു. ഏതായാലും ഇത്രയും ലെതറി ഫോർമേഷൻസ് ഇത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം, വിമുട്ടമൊക്കെ തോന്നും ഇത് കാണുമ്പോൾ. അതൊക്കെ മാറും. പല മരുന്നുകളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മാറിക്കോളും. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഉണങ്ങി ക്രസ്റ്റ് പോലെ വന്നിട്ട് തനിയെ വിട്ടുപോകുന്ന അവസ്ഥ. ഒന്നും തൊട്ടപ്പോഴേക്കും അങ്ങോട്ട് ചീറ്റിയപ്പോഴേക്കും ഉള്ളിൽ നിന്നൊക്കെ കുറേ പോയി, എല്ലാം ക്ലിയറായെന്ന് പറഞ്ഞു 3 മാസം കൊണ്ട്. ഇത്തരം കണ്ടീഷൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ക്യാൻസർ ആണെന്ന് ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടാവും. അത് അയ്യോ ക്യാൻസർ ആണേ പൊയ്ക്കൊന്നും പറയരുത്. കേസ് കൃത്യമായിട്ട് എടുക്കുക. ക്യാൻസർ ആണോ അല്ല എന്നൊരു വിഷയമല്ല. കൃത്യമായിട്ട് കേസ് എടുക്കുക, നല്ല സ്ട്രോങ് ജനറൽസ് എടുക്കുക, മൊഡാലിറ്റീസ് എടുക്കുക, ഇത്തരം പെക്യുലർ കണ്ടീഷൻസ് എടുക്കുക. നിങ്ങൾക്കൊരു ടോട്ടാലിറ്റി വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരു കൃത്യമായിട്ടൊരു സിമിനിമം കണ്ടെത്താൻ പറ്റിയാൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, ധൈര്യമായിട്ട് കൊടുക്കുക. അനാവശ്യമായ റെപ്യൂട്ടേഷനൊന്നും പോകരുന്നേ ഉള്ളൂ. ലോസ് ഓഫ് ടേസ്റ്റ് ആൻഡ് സ്മെല്ല്, രുചിയും ഗന്ധവും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ മൂക്കിലെ ഈ ഫോർമേഷൻസെ കൊണ്ട് നെർവ്സിനെ അത് ബാധിച്ചു എന്നർത്ഥം. അത് തിരിച്ചറിയാൻ
തലച്ചോറിനെ തിരിച്ചറിയാൻ പാകത്തിലുള്ള നെർവ്സിൻ്റെ കപ്പാസിറ്റിയും പോയി. ദ സ്മെൽ ഓഫ് കുക്കിംഗ് ഫുഡ് മീറ്റ് ആൻഡ് ബ്രോത്ത് കോസസ് നോസിയ. ഭക്ഷണം പാകം ചെയ്യുമ്പോഴുള്ള ബ്രോത്ത്, മാംസം പാകം ചെയ്യുമ്പോഴുള്ള ഗന്ധങ്ങൾ ഇയാൾക്ക് ഛർദി ഉണ്ടാക്കും. ഇതൊക്കെ ചോദിച്ചാൽ പോലും പറയില്ല. ഒരു അനുഭവം എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഷെനായുടെ അനുഭവം ഞാൻ മറ്റേതൊരു ഔഷധത്തിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എങ്കിലും ഞാൻ ഒന്നൊരു ആവർത്തിക്കാവുന്നത്. ഒരു കേസ്, അയാൾക്കൊരു കേസ് ഉണ്ടായിരുന്നു. ട്രീറ്റ്മെൻറ്റൊക്കെ തുടങ്ങിയ കാലമാണ്, പ്രാക്ടീസ് തുടങ്ങിയ കാലത്താണ്, 90s തുടക്കത്തിൽ. അപ്പോൾ ഞാൻ മിക്കവാറും ഞങ്ങൾ കാണും, കേസ് ഡിസ്കസ് ചെയ്യും. ഈ കേസ് ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ഡീറ്റെയിൽസ് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അവനോട് പറഞ്ഞു, നമുക്കൊരു ദിവസം വീട്ടിൽ പോവാം. പരിചയമുള്ള സ്ഥലം തന്നെ, ഞങ്ങളുടെ നാട് കുമ്പളങ്ങിൽ തന്നെ. ഒരു ദിവസം വീട്ടിൽ പോവാം, വെറുതെ പോയി സംസാരിച്ചൊക്കെ ഇരിക്കാം. അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ ആൾ കിടക്കുകയായിരുന്നു. സംസാരിച്ചൊക്കെ ഇരുന്ന് ഞങ്ങൾ ചായയെ കുടിച്ച് പ്രധാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏതാണ്ട് ഉച്ചയാകാറായി. ഞങ്ങൾ 11:30 മണിക്ക് ചെല്ലുന്നത്. ഉച്ചയാറായി, എന്തൊക്കെ പാചകം ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇയാൾ ഉച്ച ഉണ്ടാക്കി. അമ്മയെ ചേച്ചിയൊക്കെ ഉണ്ട്, അവരെ വിളിച്ചു പറഞ്ഞു, ഇത് കടുക് വറുക്കുമ്പോൾ എന്നോട് പറയണമെന്ന് പറഞ്ഞിട്ടില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റില്ല, ഞാൻ പുറത്ത് പോയിട്ട് വറുക്കാവെന്ന് പറഞ്ഞിട്ടില്ലേ പറഞ്ഞപ്പോൾ ഉച്ച ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ സാരമില്ല, നമുക്ക് പുറത്ത് പോവാം. പുറത്ത് പോയി ഞാൻ ചെന്ന് അമ്മയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കടുക് വറുക്കുകയാണ്. അപ്പോൾ കടുക് വറുത്താൽ പ്രശ്നമുണ്ടോ? അപ്പോൾ അവർ ഓർത്തിട്ട് പറഞ്ഞു, ചെറുപ്പത്തിൽ അവൻ ഈ പ്രശ്നമുണ്ട്, കടുക് വറുക്കുന്നതിന് ഇഷ്ടമല്ല, അവൻ ആ ഭാഗത്ത് നിന്ന് ഓടിക്കളയും. അടുക്കളയിൽ എന്തൊക്കെയൊക്കെ തിന്നാനൊക്കെ വന്ന് നിൽക്കുമ്പോഴാണ് കടുക് വറുക്കുന്നതിന് പോയിക്കളയും. അതൊരു ദുശീലമായിട്ട് അവർ കരുതിയിരുന്നത്. എന്നാൽ അത് നല്ലൊരു ലീഡ് കിട്ടി. ഷണായി അത് വെച്ചുകൊണ്ട് ഇന്ന് കേസിൽ നിന്ന് റീടേക്ക് ചെയ്തു. മരുന്ന് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല. ഏതായാലും ആൾക്ക് ഹീലിംഗ് കിട്ടി. കാറ്റാർ ഓഫ് ദ ചെസ്റ്റ് വിത്ത് തിക്ക് ടെനേഷ്യസ് യെല്ലോ എക്സ്പെക്ട്രേഷൻ. ചെസ്റ്റിൽ ഈ പറയുന്ന കഫക്കെട്ടും കാറ്റൽ കണ്ടീഷൻസും ഉണ്ട്. അത് വിട്ടുമാറാത്തൊരവസ്ഥയാണത്. കട്ടിയുള്ള കഫം, യെല്ലോ എക്സ്പെക്ട്രേഷൻ, കട്ടിയുള്ള മഞ്ഞ കഫം പോകുന്നു, വിട്ടുമാറാത്ത, അത് പുറത്ത് എക്സ്പെൽ ചെയ്യാൻ തന്നെ പ്രയാസം. അക്കമ്പനിഡ് വിത്ത് എ വയലന്റ് കോഫ്, ശക്തമായ ഭയങ്കരമായ ചുമ. റച്ചിങ്, ഛർദ്ദിക്കാൻ വരല്, എന്നാലത് പോകുന്നില്ല. ഗാഗിങ്, വയലന്റ് പ്രൊലോങ്ഡ് റച്ചിങ്, നീണ്ടു നിൽക്കുന്ന റച്ചിങ്. വൊമിറ്റിങ്, ഛർദ്ദിച്ചും പോകും, എന്നാൽ ഛർദ്ദിക്കാൻ പറ്റാതെ ഇങ്ങനെ ഒക്കാനിച്ച് നിൽക്കും, നീണ്ടു നിൽക്കും. ട്രൈക്ക് ഓഫ് ആൻഡ് യെറ്റ് ദർ ഈസ് റാറ്റ്ലിംഗ്. അത് വരണ്ട ചുമയാണ്, എന്നാലും ഈ റാറ്റ്ലിംഗ് സൗണ്ട് ഉണ്ട്. അതൊരു അസാധാരണ അവസ്ഥയാണ്. ചുമ വരണ്ട ചുമ, പക്ഷെ റാറ്റ്ലിംഗ് കണ്ടീഷനും ഉണ്ട്. വോപ്പിംഗ് കോഫ്, ആസ്മാറ്റിക് കോഫ്, എല്ലാത്തരം ചുമകളും വോപ്പിംഗ് കോഫ്, ആസ്മാറ്റിക് കോഫ് വിത്ത് റച്ചിങ് ആൻഡ് ലോസ് ഓഫ് യൂറിൻ. ഈ ഛർദ്ദിക്കുന്നു, വല്ലാതെ വിട്ടു പോകാതെ ഇങ്ങനെ ഓക്കാനമെന്ന് നിൽക്കുന്നു, മൂത്രം ഒഴിച്ചു പോകുന്നു, ആ ആയാസം കൊണ്ട് മൂത്രം ഒഴിക്കുക പോലും ചെയ്യുന്നു. ദ കോഫ് ഈസ് എ വയലന്റ് വൺ, ഭയങ്കരമായ ചുമയാണ്, നിസ്സാര ചുമയല്ല. കോഫ് ഡ്യൂറിങ് സ്ലീപ്പ്, ഉറക്കത്തിൻ്റെ സമയത്ത് ചുമയുണ്ട്. അതിന് 2 കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. ലാക്കസിസ്, അത് ഇറിറ്റബിൾ ചിൽഡ്രനിലുള്ള രാത്രി ചുമയ്ക്ക് കാമോമില്ല, നമ്മൾ കണ്ടതാണ്. ട്യൂബർക്കുലോസിസ്, ക്ഷയരോഗത്തിൻ്റെ അവസ്ഥയും ഉണ്ട് സെപ്പിയയിൽ. ക്വിക്ക് കൺസംഷൻ ആഫ്റ്റർ സപ്രസ്ഡ് ഗൊണോറിയ, ഗൊണോറിയനെ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കൺസെപ്റ്റീവ് അവസ്ഥയിലേക്ക് പോകുന്നു. ഇഫ് ഗിവൺ സൂൺ ഇനഫ് ഇറ്റ് വിൽ ചെക്ക്. നടക്കാത്ത കാര്യമാണ്, സംഭവിക്കാറില്ല. എന്നാലും ഒരു ഗൊണോറിയൽ സപ്രഷൻ ഉണ്ടായി ഒരു കൺസെപ്റ്റീവ് കണ്ടീഷനിലേക്ക് പോയി ഉടനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രസ്സിനെ അത് അവിടെ പിടിച്ചു നിർത്തും. സ്പാസ്മോഡിക് ഡ്രൈ കോഫ് ഇൻ ദ ഈവനിങ് അണ്ടിൽ മിഡ് നൈറ്റ്, സായനത്തിൽ തുടങ്ങി അർദ്ധരാത്രി വരെ തുറന്നു നിൽക്കുന്ന ഇങ്ങനെ വിട്ടുവിട്ടുള്ള ചുമ. ഹോൾസ് ദ ചെസ്റ്റ് ഡ്യൂറിങ് ദ കോഫ്, ചുമക്കുമ്പോൾ നെഞ്ചിനിങ്ങനെ പിടിക്കും, നെഞ്ചിന് പിടിക്കും. ഈ ക്ഷയരോഗികൾക്ക് പണ്ട് കാണുന്നൊരവസ്ഥയാണത്. അതിൻ്റെ കമ്പാരിസൺസ് പറഞ്ഞിട്ടുണ്ട്, 3 കമ്പാരിസൺ പറഞ്ഞിട്ടുണ്ട്. ബ്രയോണിയ, നാറ്റ്സൾഫ്, ഫോസ്ഫറസ്. ബ്രയോണിയ, നാറ്റ്സൾഫ്, ഫോസ്ഫറസ്. ചുമക്കുമ്പോൾ നെഞ്ചിലിങ്ങനെ പിടിച്ചുകൊണ്ടുള്ള ചുമക്കൽ. ഇനി സ്കിൻ സിംറ്റംസ് ആണ് പറയുന്നത്. ഇറപ്ഷൻസ് ഓഫ് ദ സ്കിൻ, തൊലിയിൽ പലതരം പരുക്കൾ, ഇറപ്ഷൻസ്, ഗ്രോവ്സ് ഒക്കെ ഉണ്ട്. ടെൻഡൻസി ടു പ്രൊഡ്യൂസ് ഹെർപ്പറ്റിക് ഇറപ്ഷൻസ് അബൌട്ട് ദ ജെനിറ്റൽസ്, ലിപ്സ് ആൻഡ് മൗത്ത്. വായിൽ, ചുണ്ടിൽ, ജനനേന്ദ്രിയങ്ങളിലൊക്കെ ഹെർപ്പറ്റിക് ഇറപ്ഷൻസ് ഉണ്ടാക്കാനുള്ള ഒരു പ്രവണത സെപ്പിയയ്ക്കുണ്ട്.
ഇനി റിംഗ്വോം അപ്പോൺ ദ ഫേസ് ആൻഡ് ബോഡി, മുഖത്തും ശരീരത്തിൻ്റെ ഭാഗങ്ങളിലും റിംഗ്വോം വട്ടച്ചൊറി പോലുള്ള സാധനങ്ങൾ. ഇറ്റ് ഹാസ് ക്യൂവേർഡ് സോണ, വട്ടച്ചൊറി പോലുള്ള അവസ്ഥകളിന് ഇത് ഹീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഹെർപ്പറ്റിക് എറപ്ഷൻസ് ഓഫ് ദ ലാബി ആൻഡ് ഫോർസ്കിൻ, സ്ത്രീകളും പുരുഷന്മാരുമുള്ള ലൈംഗികാവയവങ്ങളിൽ ലാബിയയിലും ഫോർസ്കിനിലുള്ള ഹെർപ്പറ്റിക് എറപ്ഷൻസ്, ഇതൊക്കെ ആളുകൾ പറയാൻ മടിക്കും, വല്ലാതെ ഗോപ്യമായിട്ട് വെക്കും, എന്നിട്ട് തട്ടിപ്പ് ചികിത്സകളെടുത്ത് പോവും. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങളുടെ ചേംബറിൽ അവരുടെ വെയിറ്റിംഗ് റൂമിൽ തന്നെ ഇത്തരം കാര്യങ്ങളുള്ള ബോധവൽക്കരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസ്റ്റേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വരുത്തണം. ഇത്തരം ലൈംഗിക രോഗങ്ങൾ, രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ലൈംഗിക രോഗങ്ങൾക്കൊക്കെ കൃത്യമായിട്ടുള്ള ചികിത്സയുണ്ട്. അത് ലക്ഷണങ്ങൾ നിരീക്ഷിച്ച് തുറന്നു പറഞ്ഞാൽ പൂർണ്ണ ശാന്തി കിട്ടും, മറ്റ് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല എന്ന് ബോധവൽക്കരിക്കുന്ന പോസ്റ്ററുകൾ മറ്റുമൊക്കെ നിങ്ങളുടെ വെയിറ്റിംഗ് ഏരിയയിൽ പ്രദർശിപ്പിക്കുന്നത് നല്ലതായിരിക്കും. വെസൈക്കുലർ എറപ്ഷൻസ് ഇൻ ദ ആക്സില അപ്പോൺ ദ ടിപ്സ് ഓഫ് ദ elbows, eruptions that pile up in great crusts on the elbows, thick crusts form upon the joints, eruptions between the fingers, moist eruptions that pour out a watery fluid or thick yellow purulent fluid. ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തരം വെസൈക്കുലർ എറപ്ഷൻസ് ഒക്കെ ഉണ്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും. ക്രസ്റ്റ്, വെസൈക്കുലർ എറപ്ഷൻസ് ഒക്കെ ഉണ്ട്. സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടെല്ലാ പ്രശ്നങ്ങളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇറപ്ഷൻസിൽ നിന്ന് വെള്ളം പോലുള്ള ഒരു ദ്രാവകം വരാം, അല്ലെങ്കിൽ തിക്കായിട്ടുള്ള യെല്ലോയിഷ് ആയിട്ടുള്ള കുറുക്ക് പോലുള്ള ഫ്ലൂയിഡ് വരാം. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. സെപ്പിയ പ്രൊഡ്യൂസസ് ദ ഇൻഡ്യൂറേഷൻ ദാറ്റ് ബിലോങ്സ് ടു സം ഫോം ഓഫ് ഇറപ്ഷൻസ് ലൈക്ക് എപ്പിത്തലിയോമ. എപ്പിത്തലിയോമിയ പോലുള്ള ഈ സ്കിൻ ക്യാൻസർ എന്നൊക്കെ പറയുന്ന പോലുള്ള അവസ്ഥകളിലൊക്കെ സ്കിൻ കട്ടിയാകൽ, കല്ലിപ്പുകൾ, അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ സെപ്പിയയിലുണ്ട്. ഇൻഡ്യൂറേഷൻ വിൽ ഫോം ഓൺ ദ ലിപ്സ് ആൻഡ് ക്രാക്ക് ആൻഡ് ബ്ലീഡ്. ചുണ്ടുകളിൽ കട്ടിയായിട്ടുള്ള കട്ടിയായ അവസ്ഥ വരുന്നു, അത് പൊട്ടുന്നു, അതിൽ നിന്ന് ചോര ഒലിക്കുക പോലും ചെയ്യുന്നു. ദ സ്കെയിലി ഇറപ്ഷൻസ് ദാറ്റ് ലുക്സ് ലൈക്ക് എപ്പിത്തലിയോമ ഈസ് എസ്പെഷ്യലി സെപ്പിയ. സെപ്പിയയിൽ ചെമ്പൽ പോലുള്ള ഇങ്ങനെ അവസ്ഥകൾ, അത് സ്കിൻ ക്യാൻസർ എന്നൊക്കെ പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം. അതും സെപ്പിയാണ് അതിൽ വിശേഷിച്ചും വരുന്നത്. ഉണ്ടോ? എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു, ഞങ്ങളുടെ നാട്ടിൽ അലഞ്ഞു നടന്നിരുന്നു. മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് അയാളെ പുറത്താക്കിയതാണ് ഇങ്ങനെ ചെതുമ്പൽ പോലുള്ള അവസ്ഥകൾ. When the scales come off, a yellow-green ichorous base remains, and as soon as one crust peels off, another forms. അപ്പോൾ ഈ ചെതുമ്പൽ പോലുള്ള തൊലികൾ പോകുമ്പോൾ അതിൻ്റെ അടിയിൽ മഞ്ഞയോ പച്ചയോ നിറമുള്ള ഒരു ബേസ് അവിടെ നിന്നുണ്ടാവും. അതുപോലെ ഒരു ക്ലിയർ സ്കിൻ വരില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നുണ്ട്. സ്കെയിൽസ് പൊളിഞ്ഞു പോകും, പക്ഷെ ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഒരു ചെതമ്പൽ പൊളിഞ്ഞു പോകുമ്പോൾ അടുത്ത ചെതമ്പൽ വരും. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. ഫൈനലി ഇറ്റ് ടോൺ ഓഫ് പ്രിമച്ചുറലി ഇറ്റ് ബ്ലീഡ്സ്. അവസാനം അത് പൂർണ്ണമായിട്ട് ഉണങ്ങാതെ പൊളിഞ്ഞു പോകും, എന്നിട്ട് അവിടുന്ന് രക്തം ഒലിക്കുകയും ചെയ്യും. സെപ്പിയ ഹാസ് ക്യൂർഡ് എപ്പിത്തലിയോമ ഓഫ് ദി ലിഡ്സ്, വിങ്സ് ഓഫ് ദി നോസ് ആൻഡ് ഐലിഡ്സ്. അപ്പോൾ ചുണ്ടുകളിൽ, മൂക്കിൻ്റെ ഉള്ളിൽ, മൂക്കിൻ്റെ വിങ്സിൽ, കൺപോളകളിലൊക്കെ ഉള്ള ഈ എപ്പിത്തലിയോമ കണ്ടീഷനിൽ സെപ്പിയ ഹീൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ലംസ് ആൻഡ് ലുപ്പോയിഡ് ഫോർമേഷൻസ് ഓഫ് ദ സ്കിൻ where there is infiltration, sometimes healing from the center to form a ring. This is a typical sepia condition. എങ്ങനെയാണത്? ലംസ് ആൻഡ് ലുപ്പോയിഡ് ഫോർമേഷൻ ഓഫ് സ്കിൻ, ത്വക്കിൽ കട്ടിയുള്ള കട്ടകൾ പോലെ, മുഴകൾ പോലെയൊക്കെ ഉണ്ടാകുന്നു. സ്കിൻ ക്യാൻസർ എന്നൊക്കെ പറയുന്ന അവസ്ഥകൾ. ഇൻഫിൽട്രേഷൻ ഉണ്ട്. അതിൻ്റെ ഹീലിങ്, അതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഹീലിങ് തുടങ്ങും. അവസാനം ഒരു റിങ്, ഒരു വലയം മാത്രം ശേഷിക്കും. ഇത് ടിപ്പിക്കൽ സെപ്പിയ കണ്ടീഷനാണ്. ലംസും മറ്റുമൊക്കെ ഉണ്ടായിട്ട്, ഇൻഫിൽട്രേഷനൊക്കെ ഉണ്ടായിട്ട് അതിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഹീലിങ് തുടങ്ങി ഒരു വലയം അവശേഷിക്കുന്ന അവസ്ഥ ടിപ്പിക്കൽ സെപ്പിയാണ്. ദ ഹാർഡ്നെസ് ആൻഡ് പർപ്പിൾ കളർ ആർ
വാട്ട് ആർ പെക്യുലർലി സെപ്പിയ. അപ്പോൾ കട്ടിയുള്ള അവസ്ഥ, പർപ്പിൾ കളർ, ഒരു വയലറ്റ് നിറം, പിങ്ക് നിറം, അതൊക്കെ സെപ്പിയയുടെ ഒരു പർട്ടിക്കുലർ കണ്ടീഷനാണ്. സെപ്പിയ സ്റ്റാൻഡ്സ് ഓൺ എ പാർ വിത്ത് ലാക്കസിസ് ഫോർ ദിസ് പർപ്പിൾ ആസ്പെക്ട്. ഈ പർപ്പിൾ കളറുള്ള ഒരു ആസ്പെക്റ്റ്, എന്തിൻ്റെ ആണെങ്കിലും ഒരു പർപ്പിൾ ആസ്പെക്റ്റിൻ്റെ കാര്യത്തിൽ സെപ്പിയയും ലാക്കസിസും തമ്മിൽ രണ്ടും ഒരേപോലെ ജോഡികളെ പോലെ നിൽക്കും. ഇത്ര വിചിത്രമായ സങ്കീർണമായ അവസ്ഥകളാണ് സെപ്പിയ കവർ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള നിരവധി കണ്ടീഷൻസ് സെപ്പിയയിൽ തുടർന്ന് നമുക്ക് കാണാം. നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ അവയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.